ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ജൂനാഗഡ് എന്ന നാട്ടുരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷാനവാസ് ഭുട്ടോ എന്നൊരാളുണ്ടായിരുന്നു. 1953 ജൂൺ 21 പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന കറാച്ചി നഗരത്തിലെ സോൾജിയർ ബസാറിനടുത്തുള്ള ഡോക്ടർ പിന്റോസ് നഴ്സിംഗ് ഹോമിന്റെ ലേബർ റൂമിന് പുറത്ത് ഈ ഷാനവാസ് ഭുട്ടോയുടെ മകനും സ്വാതന്ത്ര്യാനന്തര പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന അഭിഭാഷകനുമായിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോ ഏറെ അക്ഷമനായി കാത്തിരിക്കുകയാണ്. അകത്ത് അദ്ദേഹത്തിൻ്റെ ബീഗം നുസ്രത്ത് ഇസ്ഫഹാനി ആ ദമ്പതികളുടെ ആദ്യ കുട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. ഓക്സ്ഫോർഡിൽ നിന്ന് ജൂറിസ്പ്രുഡൻസും നിയമവും പഠിച്ച് മടങ്ങിയെത്തിയ സുൽഫിക്കർ അലി ഭൂട്ടോ 1951 നുസ്രത്തിനെ വിവാഹം കഴിക്കുന്നത്. സിന്ധിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൻ്റെ ഉത്തരാധികാരിയാണ് അന്ന് അവിടെ ജനിക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നഴ്സ് ഒരു സന്തോഷ വാർത്തയുമായി ആ മുറിക്ക് പുറത്തേക്ക് വന്നു. ജനിച്ചിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ്. പുരുഷ മേധാവിത്വം അതിൻ്റെ പരമോന്നതിയിൽ പൂണ്ടുവിളയാടിയിരുന്ന അന്നത്തെ പാകിസ്ഥാനിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഏതൊരു പിതാവിൻ്റെയും നെറ്റി ചുളിപ്പിക്കാമായിരുന്ന ആ വാർത്തയെ പക്ഷേ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് സുൽഫിക്കർ അലി ഭൂട്ടോ ഉള്ളിലേക്ക് എടുത്തത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ള ഒരു ജനനേതാവായി ആ പിഞ്ചു കുഞ്ഞു മാറുമെന്ന് സുൽഫിക്കർ പോലും അന്ന് കരുതി കാണില്ല. 14 വയസ്സിൽ ജ്വരം ബാധിച്ചു മരിച്ച തൻ്റെ കുഞ്ഞനുജത്തിയുടെ പേരാണ് സുൽഫിക്കർ അലി ഭൂട്ടോ അന്ന് തൻ്റെ കന്നിപുത്രിക്കിടുന്നത്, ബേനസീർ. ബേനസീർ എന്ന ഉറുദു വാക്കിൻ്റെ അർത്ഥം അനന്യം അല്ലെങ്കിൽ അനുപമം എന്നൊക്കെയാണ്. ഭൂട്ടോ ദമ്പതികൾക്ക് ബേനസീറിന് പിന്നാലെ മീർ മുർത്തസ, ഷാനവാസ്, സനം എന്നിങ്ങനെ 3 മക്കൾ കൂടി ജനിക്കുന്നുണ്ട് എങ്കിലും ആജീവനാന്തം ബേനസീർ തന്നെ ആയിരുന്നു സുൽഫിക്കറിന്റെ ഇഷ്ടസന്താനം. അച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോ കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചിട്ടുള്ളതും ഇതേ മകളെ തന്നെയാണ്. നിരന്തര സംഘർഷങ്ങൾ നിറഞ്ഞാടിയ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു ഭീഷ്മാചാര്യന്റെ റോളിൽ നെഞ്ചും പിരിച്ചു നിന്ന അച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ ആത്മകഥയുടെ പേര് ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്നായിരുന്നു. ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ. ആ പേര് അറം പറ്റിയ പോലെ രാഷ്ട്രീയ നേതാക്കളാൽ ഒരർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടാൻ തന്നെ ആയിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നിയോഗം. അച്ഛനെ ശത്രുക്കൾ ഇല്ലാതാക്കിയത് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ തന്നെ ആയിരുന്നുവെങ്കിൽ മകളെ കൊന്നുകളയാൻ അവർക്ക് ബെൽറ്റ് ബോംബും ധരിച്ചു വന്ന ചാവേറിനെ ആശ്രയിക്കേണ്ടി വന്നു. 70കളുടെ അവസാനം തൊട്ട് ഇങ്ങോട്ട് 2007 വരെ നീണ്ട ആ സംഭവ പരമ്പരകൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. സൈനിക കലാപങ്ങൾ തുടർക്കഥകളായ പാകിസ്ഥാനിൽ ഭുട്ടോ കുടുംബത്തിന് നേരെ നടന്നിട്ടുള്ള എണ്ണമറ്റ ഗൂഢാലോചനകളുടെ കഥ. പിറന്ന മണ്ണിൽ മരണം തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന പൂർണ്ണബോധ്യം ഉണ്ടായിരുന്നിട്ടും അതിനെ വകവയ്ക്കാതെ ബേനസീർ ഭുട്ടോ നടത്തിയ വീറുറ്റ പോരാട്ടങ്ങളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ റെഫറൻസ് സ്റ്റാൻലി വോൾപ്പട്ട് എഴുതിയ സുൽഫി ഭൂട്ടോ ഓഫ് പാകിസ്ഥാൻ ഹിസ് ലൈഫ് ആൻഡ് ടൈംസ് എന്ന ഗ്രന്ഥമാണ്. സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന അച്ഛനും ബേനസീർ എന്ന മകളും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും നമുക്ക് ഇതിൽ കാണാം. 1957 ഷാനവാസ് ഭുട്ടോ അന്തരിച്ചതോടെ പാകിസ്ഥാനിലെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് സുൽഫിക്കർ അലി ഭൂട്ടോ ഉയർന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച സുൽഫിക്കർ തൻ്റെ ഖ്യാതി സിന്ധിൻ്റെ പുറത്തേക്കും വ്യാപിപ്പിച്ചു. ഇതേ സമയത്ത് അന്ന് നന്നേ ചെറിയ കുട്ടിയായിരുന്ന ബേനസീർ തൻ്റെ പിതാവിൻ്റെ ഈ വളർച്ച മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അച്ഛനായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവളുടെ ഹീറോ. ബേനസീറിന് വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 1960 സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ്റെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകുന്നത്. വളരെ വേഗം തന്നെ സുൽഫിക്കറിന് മന്ത്രിസഭയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയും വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു. പഠിത്തത്തിൽ മിടുക്കിയായിരുന്ന ബേനസീർ തൻ്റെ 16 വയസ്സിൽ ഹാർവർഡിലെ റാഡ്ക്ലിഫ് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചു. ബേനസീർ ഇങ്ങനെ ഹാർവർഡിലെത്തിയ കാലം എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകം ഹിപ്പി യുഗത്തിലൂടെ കടന്നു പോകുന്ന കാലം കൂടിയായിരുന്നു. അന്നത്തെ ബേനസീറിൻ്റെ പല ഫോട്ടോഗ്രാഫുകളിലെയും വേഷഭൂഷാദികളിലും ഹെയർ സ്റ്റൈലിലുമൊക്കെ നമുക്ക് ഈ ഹിപ്പി സ്വാധീനം കാണാനാകും. അയ്യൂബ് ഖാൻ എന്ന പട്ടാള ജനറൽ പാകിസ്ഥാനിലെ ജനങ്ങളെ അടക്കി വാണിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പട്ടാള ഭരണം പാകിസ്ഥാനിൽ സ്ഥാപിതമായ കാലം. തൻ്റെ രാജ്യവും ജനങ്ങളും ഇങ്ങനെയൊരു നരകയാതനയിലൂടെ കടന്നു പോകുന്നത് ഏറെ നാൾ നോക്കി നിൽക്കാൻ സുൽഫിക്കറിന് സാധിക്കുന്നില്ല. 1966 താഷ്കന്റ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് സുൽഫിക്കർ അലി ഭൂട്ടോ വിദേശകാര്യ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. 67 നവംബർ 30 പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അഥവാ PPP സ്ഥാപിക്കുന്നു.
ഇസ്ലാമിക പരമാധികാര രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ സോഷ്യലിസം പോലുള്ള ആധുനിക ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു സുൽഫിക്കർ പ്രവർത്തിച്ചത്. പട്ടാള ഭരണത്തിനെതിരായ തന്റെ പിതാവിന്റെയും പാർട്ടിയുടെയും പ്രതിഷേധങ്ങളിൽ പലപ്പോഴും ബേനസീറും അണിനിരന്നു. പാകിസ്ഥാനിലെ തെരുവുകളെ കലുഷിതമാക്കിയ ആ സമരങ്ങൾക്കിടയിൽ കലാപം അഴിച്ചുവിട്ടുവെന്ന് ആരോപിച്ച് സുൽഫിക്കറിനെ പട്ടാളം തടവറയിലടച്ചു. ഇതിനിടയ്ക്ക് അയൂബ് ഖാൻ മാറി പകരം യഹിയ ഖാൻ വരുന്നു. 1970 ഡിസംബറിൽ യഹിയ ഖാൻ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്നുകൊണ്ട് തന്റെ പുതിയ പാർട്ടിയുടെ ബാനറിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും അങ്ങ് കിഴക്കൻ പാകിസ്ഥാനിലെ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ അവാമി ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരുന്നു. ഇതിനു പിന്നാലെ പാകിസ്ഥാനിലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി ഒടുവിൽ എങ്ങനെയാണ് 1971 ഇൻഡോ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് വല്ലാത്തൊരു കഥയുടെ 1971 എപ്പിസോഡിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം തീർന്നപ്പോൾ UN മധ്യസ്ഥതയിൽ നാട്ടിലേക്ക് മടങ്ങി വരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ 1971 ഡിസംബർ 18 പാകിസ്ഥാന്റെ പ്രസിഡന്റും ആദ്യത്തെ ചീഫ് സിവിലിയൻ മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് ചുമതലയേൽക്കുന്നു. 1972 ഷിംലയിൽ നടന്ന ഇൻഡോ പാക് സമ്മിറ്റിൽ പങ്കെടുക്കാൻ സുൽഫിക്കർ അലി ഭൂട്ടോ ഇന്ത്യയിലെത്തിയപ്പോൾ അന്ന് തൻ്റെ പിതാവിൻ്റെ ഒപ്പം ബേനസീറും ഉണ്ടായിരുന്നു. ബേനസീർ ഇന്ത്യ സന്ദർശിക്കുന്നത് അതാദ്യമായിട്ടായിരുന്നു. ആ വരവ് അന്ന് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ബേനസീറിനെ ഇരു കൈയും നീട്ടി വരവേറ്റു. തനിക്കൊപ്പം പേര് ചേർത്ത് ലോകം വാഴ്ത്തുന്ന ഒരു വനിതാ നേതാവായിട്ട് അധികം വൈകാതെ തന്നെ ബേനസീർ മാറുമെന്ന് ഇന്ദിരാഗാന്ധി പോലും അന്ന് അറിഞ്ഞിരുന്നില്ല. 1973 ഓഗസ്റ്റിൽ പാകിസ്ഥാനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PPPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സമയമായപ്പോഴേക്കും ബേനസീറിന്റെ ഹാർവാർഡിലെ പഠിപ്പ് പൂർത്തിയാവുന്നു. പക്ഷേ മകളുടെ ഹാർവാർഡിലെ പഠിപ്പ് കൊണ്ട് അച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോ തൃപ്തനായിരുന്നില്ല. തന്നെപ്പോലെ മകളും ഒരു ഓക്സ്ഫോർഡ് അലുമിനി ആകണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആ മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി ബേനസീർ പിന്നീട് വെച്ചുപിടിക്കുന്നത് ഇംഗ്ലണ്ടിലേക്കാണ്. അവിടെ ലേഡി മാർഗരറ്റ് ഹാളിൽ അഡ്മിഷൻ നേടുന്ന ബേനസീർ ഫിലോസഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് എന്നിവ ഐച്ഛിക വിഷയങ്ങളായിട്ട് എടുത്ത് ബിരുദം നേടുന്നു. ബേനസീർ ഭുട്ടോ ഫേവേർഡ് ഡോട്ടർ എന്ന പേരിൽ ജീവചരിത്രം രചിച്ച ബ്രൂക്ക് കല്ലൻ പറയുന്നത് ബേനസീർ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച നാളുകളായിരുന്നു ഓക്സ്ഫോർഡിൽ ചെലവഴിച്ച ദിനങ്ങൾ എന്നാണ്. ഹാർവർഡിൽ നിന്ന് പഠിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും പാഠങ്ങളായിരുന്നുവെങ്കിൽ ഓക്സ്ഫോർഡ് അവളെ എത്ര കടുത്ത സമ്മർദ്ദത്തിലും പതറാതെ മുന്നോട്ട് കുതിക്കാനും ജീവിതത്തിൽ വിജയം നേടാനും പരിശീലിപ്പിച്ചു. ഓക്സ്ഫോർഡിൽ പഠിച്ചിരുന്ന കാലത്ത് വർണ്ണവിവേചനത്തിനെതിരെ മാത്രമല്ല പുരുഷാധിപത്യ പ്രവണതകൾക്കെതിരെയും അവർക്ക് മല്ലിടേണ്ടി വന്നു. 1977 ഓക്സ്ഫോർഡ് യൂണിയൻ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അത് സംഭവിച്ചത്. ഒന്നാമത് ഇവർ നോൺ ബ്രിട്ടീഷാണ്, രണ്ടാമത് പെൺകുട്ടിയാണ്. ഒരു കാരണവശാലും ജയിക്കില്ല, വെറുതെ മത്സരിച്ച് നാണം കെടേണ്ട എന്ന് പലരും അന്ന് ബേനസീറിനെ ഉപദേശിക്കുകയുണ്ടായി. എന്നിട്ടും അവർ മത്സരിച്ചു, ജയിച്ചു കയറുകയും ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിയൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മാത്രമല്ല ആദ്യത്തെ ഏഷ്യൻ പ്രസിഡന്റും ബേനസീർ തന്നെയായിരുന്നു. ഇന്തോ പാക് ബന്ധം ഈ സമയത്ത് വളരെ വഷളായിരുന്നുവെങ്കിലും ഓക്സ്ഫോർഡിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിട്ടും വളരെ അടുത്ത ബന്ധം ബേനസീർ വെച്ചു പുലർത്തിയിരുന്നു. ഓക്സ്ഫോർഡിലെ ബേനസീറിൻ്റെ അന്നത്തെ സഹപാഠിയായിരുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയും. പിൽക്കാലത്ത് അറിയപ്പെടുന്ന ടെലിവിഷൻ ജേർണലിസ്റ്റായിട്ട് മാറിയ സാക്ഷാൽ കരൺ താപ്പർ. 1977 വീണ്ടും തെരഞ്ഞെടുപ്പിന് വട്ടമെത്തി. ജൂലൈ മാസം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ PPP പാർട്ടി പാകിസ്ഥാനിലെ 200 സീറ്റുകളിൽ 155 നേടി വമ്പിച്ച വിജയം കൈവരിച്ചു. പക്ഷേ ആ സന്തോഷം ഏറെ നാൾ നീണ്ടു നിൽക്കുന്നില്ല. സുൽഫിക്കർ അലി ഭൂട്ടോക്കെതിരെ തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. പാകിസ്ഥാനിലെ തെരുവുകൾ അതിൻ്റെ പേരിൽ കലാപ കലുഷിതമാകുന്നു. സുൽഫിക്കർ തന്നെ നിയമിച്ച ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ടുള്ള മുഹമ്മദ് സിയാഉൽ ഹക്ക് ഒരു പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു. അന്ന് ഈ ഒരു അട്ടിമറിക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA ആണ് എന്നൊരു ആക്ഷേപം പോലും ഉയർന്നിരുന്നു. എന്തായാലും ഭരണം ലഭിച്ച സിയാഉൽ ഹക്ക് ആദ്യം തന്നെ പാകിസ്ഥാൻ്റെ ഭരണഘടന സസ്പെൻഡ് ചെയ്യുന്നു. ഭൂട്ടോ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോയെ 2 വർഷത്തേക്ക് തുറുങ്കിലടയ്ക്കുന്നു. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അന്ന് തൻ്റെ അച്ഛൻ പ്രകടിപ്പിച്ച ആത്മധൈര്യത്തെക്കുറിച്ച് പിന്നീട് റൊന്തേവു വിത്ത് സിമി ഗരവാൾ എന്ന പ്രസിദ്ധ അഭിമുഖ പരിപാടിയിൽ ബേനസീർ ഭൂട്ടോ തന്നെ ഓർത്തെടുക്കുന്നുണ്ട്. അന്നൊക്കെ സിയാഉൽ ഹക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: പൊളിറ്റീഷ്യൻസ് ആർ ലൈക്ക് ഡോഗ്സ്, ഓൾ ഐ ഡു ഈസ് സ്നാപ്പ് മൈ ഫിംഗർ ലൈക്ക് ദിസ് ആൻഡ് ദേ കം ക്രോളിംഗ് വിത്ത് ദെയർ ടെയിൽസ് ബിറ്റ്വീൻ ദെയർ ലെഗ്സ്. അതായത് രാഷ്ട്രീയക്കാർ ചാവാലി പട്ടികളെ പോലെയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അവർ അനുസരണയോടെ കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി ഇഴഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും എന്ന്. എന്നാൽ പാകിസ്ഥാനിലെ അങ്ങനെയുള്ള സാധാരണ രാഷ്ട്രീയക്കാർക്ക് നേർ വിപരീതമായിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന ജനനേതാവ്.
അവസാന ശ്വാസം വരെയും അദ്ദേഹം ജനറൽ സിയാഉൽ ഹക്കിൻ്റെ ഉരുക്കുമുഷ്ടിയെ ഭയന്നതേയില്ല. ഒരിക്കൽ പോലും അതിനൊന്നും വശംവദനായതുമില്ല. രാജ്യം ഭരിച്ചിരുന്നത് പട്ടാളമായിരുന്നുവെങ്കിലും ജനങ്ങൾ അപ്പോഴും ഭുട്ടോയുടെ ഒപ്പമായിരുന്നു. ജനലക്ഷങ്ങൾ അണിനിരുന്ന ധർണകൾ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും നിത്യസംഭവമായി. ജുൾഫിക്കർ അലി ഭുട്ടോ ജയിലിലാണ് എങ്കിലും ജീവനോടെ ഇനിയും ഇരിക്കുന്നത് തൻ്റെ ഭരണത്തിന് വിനയാകുമെന്ന് അപ്പോഴേക്കും മനസ്സിലാക്കുന്ന ജനറൽ സിയ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ സമയം ബേനസീർ തൻ്റെ സഹോദരന്മാരെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് അന്താരാഷ്ട്ര പിന്തുണ നേടാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. എന്നാൽ സിയാഉൽ ഹക്കിന് അമേരിക്കയുടെ അദൃശ്യ പിന്തുണ ലഭിച്ചിരുന്നതുകൊണ്ട് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ അവരെ സഹായിക്കില്ല എന്ന് ബേനസീറിന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തൻ്റെ പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തന്നെ ബേനസീർ ഭുട്ടോ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും മുഹമ്മദ് അഹമ്മദ് ഖാൻ കസൂരിയുടെ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് സുൽഫിക്കർ അലി ഭുട്ടോയെ സിയാഉൽ ഹക്കിൻ്റെ പട്ടാളം തടവിലാക്കി കഴിഞ്ഞിരുന്നു. പലവട്ടം തൻ്റെ പിതാവിനെ തടവറയിൽ പോയി കാണുന്ന ബേനസീർ അച്ഛനു വേണ്ടി ഹാജരായ അഭിഭാഷക സംഘത്തിൻ്റെയും ഭാഗമായിരുന്നു. സുൽഫിക്കർ അലി ഭുട്ടോയ്ക്ക് അന്ന് ധാർമ്മികമായിട്ട് അവകാശപ്പെട്ട കുറ്റമറ്റ വിചാരണ പോലും പട്ടാള ഭരണകൂടം നിഷേധിക്കുകയുണ്ടായി. തൻ്റെ പിതാവിനോട് ഭരണകൂടം കാട്ടുന്ന നീതികേട് കണ്ടു നിൽക്കാൻ മാത്രമാണ് അന്ന് ആ 26-കാരിക്ക് സാധിച്ചത്. തൻ്റെ പിതാവിൻ്റെ അറസ്റ്റ്, കുറ്റവിചാരണ എന്ന പേരിൽ നടന്നിട്ടുള്ള പ്രഹസനം, ഭൂട്ടോയുടെ സ്റ്റേറ്റ് സ്പോൺസർഡ് കൊലപാതകം എന്നിവയെക്കുറിച്ചും ഈ സമയത്ത് താനും തൻ്റെ കുടുംബവും കടന്നുപോയ മാനസിക പിരിമുറുക്കങ്ങളെപ്പറ്റിയും ബേനസീർ തൻ്റെ ആത്മകഥയായിട്ടുള്ള ഡോട്ടർ ഓഫ് ദി ഈസ്റ്റിൽ വിശദമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളെ അടുത്തു വിളിച്ചുകൊണ്ട് അന്ന് സുൽഫിക്കർ പറയുന്നത് ഇങ്ങനെയാണ്: നീ നിൻ്റെ അമ്മയുമൊത്ത് പാകിസ്ഥാൻ വിട്ടു പോകണം. നിങ്ങളിനി ഇവിടെ ഒരു നിമിഷം പോലും സുരക്ഷിതരല്ല. എന്നാൽ അച്ഛനെ പോലെ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ അധികം ആത്മധൈര്യം അന്ന് ബേനസീറിനുണ്ടായിരുന്നു. അവൾ ഭയന്നോടാൻ തയ്യാറായിരുന്നില്ല. അച്ഛനെ വിടുവിക്കാൻ വേണ്ടി, തടവറയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ബേനസീർ തൻ്റെ പ്രയത്നങ്ങൾ തുടർന്നു പോയി. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിധിഹിതത്തെ തടുക്കാൻ ബേനസീറിന് സാധിക്കുന്നില്ല. 1979 ഏപ്രിൽ മാസത്തിൽ സുൽഫിക്കർ അലി ഭുട്ടോ എന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ ഏറെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ തന്നെ തൂക്കിലേറ്റപ്പെട്ടു. സുൽഫിക്കർ അലി ഭുട്ടോയുടെ വധം പക്ഷേ ആ കുടുംബത്തിന് നേരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രവർത്തകർക്ക് നേരെ ജനറൽ സിയ നടത്തിയ അതിക്രമങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. ബേനസീർ അടക്കമുള്ള നിരവധി പേരെ തുടർച്ചയായിട്ട് നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസ് അതിനു പിന്നാലെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ തള്ളി. ജയിലിലെ കൊടും ചൂടും ഹ്യൂമിഡിറ്റിയും കാരണം ബേനസീർ ഭുട്ടോയുടെ ആരോഗ്യം പ്രതിദിനം വഷളായി വന്നു. ഇതിനിടയ്ക്ക് ബേനസീറിനെ വധിക്കാനുള്ള ഗൂഢാലോചനകൾ വരെ ആ ജയിലിൽ അരങ്ങേറുന്നുണ്ട്. ഒടുവിൽ 1984 ചെവിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാനെന്ന പേരിൽ ലണ്ടനിലേക്ക് പോകുന്ന ബേനസീർ അടുത്ത 2 വർഷക്കാലം അവിടെ തന്നെ അഭയം തേടുന്നു. 1986 ജനറൽ സിയാഉൽ ഹക്ക് പട്ടാള നിയമം റദ്ദാക്കി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ബേനസീറിൻ്റെ ആദ്യത്തെ തിരിച്ചുവരവിന് സാഹചര്യമൊരുങ്ങുന്നു. ഇതിനിടയ്ക്ക് 1987 ഡിസംബർ 17 ബേനസീർ ഭുട്ടോയുടെ വിവാഹം നടന്നിരുന്നു. വരൻ്റെ പേര് ആസിഫ് അലി സർദാരി. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഈ വിവാഹവും ഭർത്താവും എല്ലാം പിന്നീട് ബേനസീറിന് വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നത് നമ്മൾ കാണും. 1988 ഓഗസ്റ്റിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് ജനറൽ സിയാഉൽ ഹക്ക് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അപ്പോഴേക്കും തൻ്റെ ആദ്യപുത്രൻ ബിലാവലിനെ ഗർഭം ധരിച്ചു കഴിഞ്ഞിരുന്ന ബേനസീർ ഭുട്ടോ ഒരുപക്ഷെ നവംബറിൽ പ്രസവിച്ചേക്കും എന്നറിഞ്ഞപ്പോൾ ജനറൽ സിയ തിരഞ്ഞെടുപ്പ് ഒരു മാസം തള്ളി നവംബറിൽ വെക്കുന്നു. പക്ഷേ ദൈവഹിതമെന്നോണം ബിലാവൽ ഒരു മാസം നേരത്തെ സെപ്റ്റംബർ 21 തന്നെ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് പെറ്റനേറ്റ് ശേഷമുള്ള ആഴ്ചകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 16 വരെ നല്ല രീതിയിൽ തന്നെ ക്യാമ്പയിൻ ചെയ്യാൻ ബേനസീർ ഭുട്ടോയ്ക്ക് സാധിക്കുന്നു. ഇതിനൊക്കെ പുറമെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബേനസീറിന് ഗുണം ചെയ്യുന്ന രീതിയിൽ വിധിയുടെ മറ്റൊരു വിളയാട്ടവും ഉണ്ടായി. 1988 ഓഗസ്റ്റ് 17 നിഗൂഢമായ ഒരു പ്ലെയിൻ ക്രാഷിൽ ജനറൽ സിയാഉൽ ഹക്ക് കൊല്ലപ്പെടുന്നു. ഈ സംഭവം മറ്റാരെക്കാളും ഗുണം ചെയ്തത് ബേനസീർ ഭുട്ടോയ്ക്കാണ്. ശരീഅത്ത് നിയമങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ജനറൽ സിയ എങ്ങാനും അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ ബേനസീറിന് സംഗതികൾ വർക്കൗട്ട് ചെയ്യിക്കുക ഒട്ടും എളുപ്പമാകുമായിരുന്നില്ല. 1988 നവംബർ 16 ഒടുവിൽ ആ വിധി ദിനവും വന്നു. സ്വതന്ത്ര പാകിസ്ഥാൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ബേനസീർ ഭുട്ടോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 2 തവണയാണ് ബേനസീർ ഭുട്ടോ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത്. പക്ഷേ ഭരിച്ചിരുന്ന കാലം അത്രയും ബേനസീറിനും ഭർത്താവ് ആസിഫ് അലി സർദാരിക്കും നേരെ പ്രതിപക്ഷം നിരന്തരം അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1990 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ബേനസീർ ഭുട്ടോയുമായിട്ട് പിണങ്ങുന്ന പ്രസിഡന്റ് ഗുലാം ഇഷാഖ് ഖാൻ ഭരണഘടനയുടെ 8ാം അമെൻമെൻറ്റിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് മന്ത്രിസഭ പിരിച്ചുവിട്ടുകൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നു. അധികം വൈകാതെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു.
ബേനസീർ ഭുട്ടോയുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഭേഷായിട്ട് തോക്കുന്നു. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുന്നു. അടുത്ത 3 വർഷം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുക എന്നതായിരുന്നു ബേനസീർ ഭുട്ടോയുടെ നിയോഗം. പിന്നീട് 93 ഒക്ടോബറിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റുകൾ കഴിഞ്ഞ ടേമിനേക്കാൾ കുറവായിരുന്നുവെങ്കിലും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ട് ബേനസീർ ഭുട്ടോ രണ്ടാമതും അധികാരമേറ്റു. 1996 വീണ്ടും ബേനസീർ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടു. ഇത്തവണ കരുക്കൾ നീക്കിയത് പ്രസിഡന്റ് ലഗാരിയും ആർമി ചീഫ് കരാമത്തും ഒത്തുചേർന്നുകൊണ്ടായിരുന്നു. 96 മുതൽ 99 വരെ വീണ്ടും ബേനസീർ ഭുട്ടോ സഭയിൽ പ്രതിപക്ഷത്തെ നയിച്ചു. 1999 വീണ്ടും പാകിസ്ഥാനിൽ സൈനിക കലാപങ്ങളുണ്ടായി. പിന്നീട് അങ്ങോട്ടുള്ള കാലം പാകിസ്ഥാന്റെ ഭരണയന്ത്രം തിരിക്കുന്നത് നവാസ് ഷെരീഫിനെതിരെ കലാപം നയിച്ച ആർമി ചീഫ് പർവേസ് മുഷറഫ് ആയിരുന്നു. ആദ്യമായി അധികാരത്തിലെത്തുന്ന 1988 മുതൽക്ക് നിരന്തരം അഴിമതി ആരോപണങ്ങൾക്ക് കോടതി മുറികളിലും പൊതുജന സമക്ഷവും മറുപടി പറയാൻ തന്നെ ആയിരുന്നു ബേനസീർ ഭുട്ടോയുടെയും ഭുട്ടോയേക്കാൾ അവരുടെ ഭർത്താവ് ആസിഫ് അലി സർദാരിയുടെയും നിയോഗം. ഈ കാലം അത്രയും ബേനസീറിന് കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുള്ളതും വിദേശ മണ്ണിൽ ഒരു അഭയാർത്ഥിയെ പോലെ തന്നെയാണ്. സത്യത്തിൽ ബേനസീറിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം അവരുടെ ഭർത്താവ് ആസിഫ് അലി സർദാരി ആയിരുന്നു. ആ വിവാഹം ബേനസീറിന് ഒരു ശാപമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആസിഫ് അലിക്ക് എതിരാളികൾ മിസ്റ്റർ 10% എന്നൊരു വിളിപ്പേര് പോലും നൽകിയിരുന്നു. ഏതൊരു പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയാലും അതിൻ്റെ 10% സർദാരിക്ക് കിട്ടണമായിരുന്നു. അതിനായി ബേനസീറിൻ്റെ പദവിയും ജനപിന്തുണയും ഒക്കെ സർദാരി അന്ന് ഉപയോഗിക്കുന്നുണ്ട്. സർദാരിയുടെ ഈ അഴിമതി ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു. വിവാഹമോചനത്തിന് വരെ ബേനസീർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാനിലെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് വിവാഹമോചനം നേടുക എന്നത് രാഷ്ട്രീയ പ്രതിച്ഛായ കൂടി ഇല്ലാതാക്കുന്ന ഒന്നായതുകൊണ്ട് മാത്രം നിയമപരമായിട്ട് അവർ തമ്മിൽ വേർപിരിയുന്നില്ല. 2007 ഒക്ടോബർ 8 പാകിസ്ഥാനിലെ കറാച്ചി നഗരം. അന്ന് കറാച്ചി നഗരത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങി വന്ന് മുദ്രാവാക്യം വിളികൾ കൊണ്ട് അതിൻ്റെ ഗലികളെ മുഖരിതമാക്കിയത് ഏതാണ്ട് 2 ലക്ഷത്തോളം പേരാണ്. തെരുവുകളിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തടിച്ചുകൂടിയ ജനക്കൂട്ടമാണിത്. അവർ കാത്തിരുന്നത് ഒരേ ഒരു സ്വരം കേൾക്കാൻ വേണ്ടി മാത്രമാണ്, ബേനസീർ ഭുട്ടോവിൻ്റെ. അന്നത്തെ ദുബായ് കറാച്ചി വിമാനത്തിൽ ബേനസീർ ഭുട്ടോ 8 വർഷത്തെ വിദേശവാസത്തിന് ശേഷം പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് വന്നിറങ്ങുകയാണ്. രാവിലെ കൃത്യം 9:50 തന്നെ വിമാനം കറാച്ചിയിൽ ലാൻഡ് ചെയ്യുന്നു. അരമണിക്കൂർ നേരം വിമാനത്താവളത്തിൻ്റെ വെയിറ്റിംഗ് റൂമിൽ ലഗേജ് വരുന്നതും കാത്തുകൊണ്ടിരിക്കുമ്പോൾ ബേനസീറിൻ്റെ മനസ്സിൽ ചരിത്രം ഒന്ന് പിന്നിലേക്ക് ഓടുന്നു. ഇതിനു മുമ്പ് 1986 ഇതുപോലെ ഒരു തിരിച്ചുവരവ് അവർക്കുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അന്നു പക്ഷേ ലാഹോർ നഗരത്തിൻ്റെ ഗലികളിൽ ബേനസീറിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രം കാത്തുകെട്ടി കിടന്നിരുന്നത് ഏതാണ്ട് 30 ലക്ഷത്തോളം പേരാണ്. അന്ന് ലാഹോറിലെ ഇക്ബാൽ ചൗക്കിൽ നടന്ന മഹാറാലി ലോക രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനനിബിഡമായിട്ടുള്ള സമ്മേളനങ്ങളിലൊന്നാണ്. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് വട്ടമെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് തുടർന്നു പോകുന്ന പർവേസ് മുഷറഫ് പട്ടാള ഭരണത്തിന് തിരശ്ശീല വീണു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അഥവാ PPPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി കച്ച കെട്ടിക്കൊണ്ടാണ് ബേനസീർ ഭുട്ടോയുടെ മടങ്ങിവരവ്. ഇത്തവണ തെരുവിൽ ഒത്തുകൂടിയത് ഏതാണ്ട് 2 ലക്ഷത്തോളം പേരാണ്. അന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ബേനസീർ ഭുട്ടോ ആദ്യം തന്നെ ചെയ്യുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് പരിശുദ്ധ ഖുറാനിൽ ഒന്ന് ചുംബിക്കുകയാണ്. എൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ് എന്നും അവർ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോടായിട്ട് അന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പാകിസ്ഥാനിൽ അന്നോളം മുഴങ്ങിക്കേട്ടിട്ടില്ലാത്തത്ര ഉച്ചത്തിൽ ജനം ആർത്തിരമ്പി. ബേനസീറിൻ്റെ മനസ്സ് അചഞ്ചലമായിരുന്നു. തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് അക്കുറി അവർ പാകിസ്ഥാനിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത്. വിദേശത്തെ അഭയം മതിയാക്കി ബേനസീർ നാട്ടിലേക്ക് മടങ്ങി വരുന്നു എന്ന് കേട്ടതു മുതൽക്ക് തന്നെ നാട്ടിലെ പല നേതാക്കളിൽ നിന്നും പ്രതികരണങ്ങളും മുറുമുറുപ്പുകളുമൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അക്കൂട്ടത്തിൽ താലിബാൻ്റെ ഒരു കമാൻഡർ ഹാജി ഉമർ, അയാൾ ബേനസീറിനെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയത് ടെലിവിഷൻ സ്ക്രീനിലൂടെയായിരുന്നു. അമേരിക്കയുടെ കളിപ്പാവ എന്ന് തന്നെ വിളിച്ച ഹാജി ഉമറിനുള്ള ബേനസീറിൻ്റെ മറുപടിയായിരുന്നു പരിശുദ്ധ ഖുറാനിന്മേലുള്ള ആ ചുംബനം. അന്ന് അവിടെ തടിച്ചുകൂടിയ ജനാവലി ബേനസീർ അനുകൂല മുദ്രാവാക്യങ്ങൾ ദിക്കുപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വസീർ ആസം ബേനസീർ ഭുട്ടോ, അതായത് പ്രധാനമന്ത്രി ബേനസീർ ഭുട്ടോ, വെൽക്കം ബേനസീർ, വെൽക്കം ബാക്ക് എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ പലതും അവിടെ ഉയർന്നു കേട്ടു. നഗരത്തിൽ ഇങ്ങനെയൊരു സ്വാഗതമൊക്കെ കിട്ടി എന്നത് ശരി തന്നെയാണ്. പക്ഷേ എന്നുവെച്ച് ബേനസീർ ആ രാജ്യത്ത് ഇപ്പോഴും സുരക്ഷിതയല്ലായിരുന്നു. അവർ ഏതു നിമിഷം വേണമെങ്കിലും വധിക്കപ്പെടാമെന്ന് ഇൻ്റലിജൻസിൽ നിന്ന് രഹസ്യ വിവരം കിട്ടി. ആ ഒരു ടിപ്പ് ഓഫ് ചുമ്മാതല്ല എന്ന് അന്ന് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. കറാച്ചി എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരെയായിരുന്നു ബേനസീറിൻ്റെ തറവാട് വീട്. ഉച്ചയോടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വെള്ള ബുള്ളറ്റ് പ്രൂഫ് ട്രക്കിൽ സ്വന്തം തറവാട്ടിലേക്ക് ഘോഷയാത്രയായിട്ട് പോവുകയായിരുന്നു അവർ. പാർട്ടിയാണെങ്കിൽ ബേനസീർ ഭുട്ടോയുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജാനിസാറെ ബേനസീർ എന്ന പേരിലൊരു
പ്രത്യേക സുരക്ഷാ ബ്രിഗേഡ് തന്നെ ഉണ്ടാക്കിയിരുന്നു. ആ പേരിൻ്റെ അർത്ഥം ബേനസീറിനു വേണ്ടി പ്രാണൻ ത്യജിക്കാൻ തയ്യാറുള്ളവർ എന്നായിരുന്നു. ആ സംഘടനയുടെ പ്രത്യേക യൂണിഫോം ഇട്ട വളണ്ടിയർമാർ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യ ചങ്ങല തന്നെ ഈ വണ്ടിക്ക് ചുറ്റും തീർത്ത് ആ വണ്ടി ഇഴഞ്ഞിഴഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 1:45 മണിയോടെ ബേനസീറിൻ്റെ ഈ വാഹനവ്യൂഹം പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ സ്മാരകത്തിനരികിലൂടെ കടന്നുപോയി. ഇവിടെ നിന്ന് അവർ സ്വന്തം ഭവനമായിട്ടുള്ള ബിലാവൽ ഹൗസിന് നേർക്ക് തിരിഞ്ഞ് യാത്ര തുടർന്നു. ആ ഒരു വാഹനവ്യൂഹം വളരെ മെല്ലെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. രാത്രി ഏതാണ്ട് 10:30 അടുക്കുന്നു. ബേനസീർ ഭുട്ടോ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 10 മണിക്കൂർ കഴിയാറായി. ബിലാവൽ ഹൗസിലേക്ക് എത്താൻ ഇനി 100 മീറ്റർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഒന്നിനു പിന്നാലെ ഒന്നായി 2 പൊട്ടിത്തെറി ശബ്ദങ്ങൾ അവിടെ മുഴങ്ങി. ഈ സ്ഫോടനങ്ങളിൽ ആകെ 139 പേർ അന്ന് കൊല്ലപ്പെട്ടു. അതിൽ 40 പേരും ജാനിസാറെ ബേനസീർ എന്ന സുരക്ഷാ സന്നദ്ധ സംഘടനയിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. 6 പോലീസുകാർക്കും ഇതിൽ ജീവഹാനി സംഭവിച്ചു. കൊല്ലപ്പെട്ട ബാക്കിയുള്ളവർ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും സിവിലിയൻസുമൊക്കെ ആയിരുന്നു. തൻ്റെ വാഹനവ്യൂഹത്തിന് നേർക്ക് നടന്ന ഈ ആക്രമണത്തിൽ ബേനസീർ ഭുട്ടോ അതീവ ദുഃഖിതയായിരുന്നു. അടക്കാനാവാത്ത അമർഷവും അവരുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവർക്കില്ലാതിരുന്നത് ഒരേ ഒരു സംഗതി മാത്രമായിരുന്നു: ഭയം. അടുത്ത ദിവസം തന്നെ അവർ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. 2 മാസത്തോളം അവർ പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. ഒക്ടോബർ നവംബറായി, നവംബർ ഡിസംബറായി, ഒടുവിൽ ഡിസംബറും തീരാറായി. അവസാനത്തെ ആഴ്ചയിൽ ഡിസംബർ 27-ാം തീയതി റാവൽപിണ്ടിയിൽ വെച്ചായിരുന്നു പ്രചാരണം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഡിസംബർ 26-ാം തീയതി രാത്രിയോടെ പെഷാവറിൽ നിന്ന് കാറിൽ സഞ്ചരിച്ച് ഇസ്ലാമാബാദിലെ സ്വന്തം വസതിയായിട്ടുള്ള സർദാരി ഹൗസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ബേനസീർ ഭുട്ടോ. ആ ദീർഘയാത്ര അവരെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ISI മേധാവി മേജർ ജനറൽ നദീം താജിൻ്റെ അടിയന്തര സന്ദേശം അവിടെ ഭുട്ടോയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യമായി ഈ നിമിഷം തന്നെ താജിന് മുൻ പ്രധാനമന്ത്രിയെ ഒന്ന് കാണണം. യാത്ര ചെയ്ത് വല്ലാതെ തളർന്നിരുന്നതുകൊണ്ട് ബേനസീർ ഒരു തീരുമാനമെടുത്തു. 2 മണിക്കൂർ നേരം ഒന്ന് കണ്ണടയ്ക്കണം. എന്നിട്ട് രാത്രി വീണ്ടും എഴുന്നേറ്റ് ISI ചീഫ് താജിനെ താൻ കാണും. ഈ മീറ്റിംഗ് ഒടുവിൽ അന്ന് രാത്രി 1:30 മണിക്കാണ് നടക്കുന്നത്. ഈ അടിയന്തര യോഗത്തിൽ ബേനസീർ ഭുട്ടോയ്ക്കൊപ്പം അവരുടെ സുരക്ഷാ ഉപദേഷ്ടാവ് റഹ്മാൻ മാലിക്കും അന്ന് പങ്കെടുക്കുന്നു. ചീഫ് താജിന് ഭുട്ടോയെ അറിയിക്കാനുണ്ടായിരുന്നത് വളരെ സ്തോഭജനകമായിട്ടുള്ള ഒരു വിവരമായിരുന്നു. അന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം ബേനസീർ ഭുട്ടോയ്ക്ക് നേരെ ഒരു വധശ്രമം, ഒരു ചാവേർ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. തനിക്ക് കിട്ടിയ രഹസ്യവിവരം ശരിയാണ് എന്ന് മേജർ താജിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിവരം ബേനസീർ ഭുട്ടോയെ അറിയിക്കാൻ ഇസ്ലാമാബാദിലെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് നേരിട്ട് തന്നെ ചെന്നത്. അന്ന് രാത്രി സർദാരി ഹൗസിൽ നടന്ന ഈ രഹസ്യ മീറ്റിങ്ങിനെ പറ്റി BBC-യുടെ പാകിസ്ഥാൻ കറസ്പോണ്ടൻ്റായിരുന്ന ഓവൻ ബെനറ്റ് ജോൺസ് തൻ്റെ ദ ഭുട്ടോ ഡൈനാസ്റ്റി ദ സ്ട്രഗിൾ ഫോർ പവർ ഇൻ പാകിസ്ഥാൻ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ എഴുതുന്നുണ്ട്. ഈ വിവരം കേൾക്കുമ്പോൾ ബേനസീർ അതിനെടുക്കുന്നത് വേറെ ഒരു ആംഗിളിലാണ്. ഇങ്ങനെയൊരു ഭീഷണി മുഴക്കി മേജർ നദീം താജ് തൻ്റെ അടുത്ത ദിവസത്തെ മഹാറാലി മുടക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണോ? മേജറോടുള്ള അവരുടെ ചോദ്യവും വളരെ ഷാർപ്പായിരുന്നു. നദീം സാബ്, അങ്ങക്ക് ഇങ്ങനൊരു ചാവേർ സംഘത്തെക്കുറിച്ചുള്ള ടിപ്പ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവരെ അങ്ങ് അറസ്റ്റ് ചെയ്തോ? അതിന് മേജർ നദീം പറയുന്ന മറുപടി, അത് സാധ്യമല്ല, അങ്ങനെ ചെയ്താൽ എൻ്റെ സോഴ്സ് ആരാണെന്ന് വെളിപ്പെടും, അത് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. എങ്കിൽ പിന്നെ ചെയ്യാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ സുരക്ഷാ ബന്ദോബസ്തുകൾ പരമാവധി മെച്ചപ്പെടുത്തുക, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ദൂരെ നിന്ന് തന്നെ തടയുക എന്നായി ബേനസീർ. അത് ചെയ്യാൻ ശ്രമിക്കാമെന്ന് മേജർ നദീം താജ് ബേനസീർ ഭുട്ടോവിന് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു സംഭവം അന്ന് വേറെയും നടക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരെയായി ഇസ്ലാമാബാദ് ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ക്രോൾ ചോക്ക് എന്ന സ്ഥലത്ത് വെച്ച് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഫാക്ഷൻ്റെ ഒരു റാലിക്ക് നേരെ വെടിവെപ്പ് നടക്കുന്നു. അതിൽ 4 പേർ കൊല്ലപ്പെടുന്നു. അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാക്കാൻ വേണ്ടി റാവൽപിണ്ടിയിൽ ക്രമസമാധാനത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു സെറ്റ് പോലീസിനെ അധികാരികൾക്ക് അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അതായത് നിലവിൽ റാവൽപിണ്ടിയിൽ ബേനസീറിൻ്റെ റാലി നടക്കുന്നിടത്ത് വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ ആവശ്യമുള്ളത്ര പോലീസുകാർ ഇല്ല എന്നർത്ഥം. ഇവിടെ റാവൽപിണ്ടിയിൽ ബേനസീർ മേജർ ജനറൽ നദീം താജുമായിട്ട് തൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പാകിസ്ഥാൻ്റെ മറ്റൊരു കോണിൽ അവരുടെ ഉന്മൂലനത്തിലുള്ള ഗൂഢാലോചനകളും പുരോഗമിക്കുകയായിരുന്നു. അന്നേ ദിവസം അർദ്ധരാത്രിയോടെ താലിബാൻ്റെ ഹാൻഡിലറായിട്ടുള്ള നസറുള്ള തൻ്റെ 7ഉം 15ഉം വയസ്സ് വീതം പ്രായമുള്ള 2 ആൺമക്കളുമായിട്ട് റാവൽപിണ്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ രാത്രിയിൽ തന്നെ താലിബാൻ്റെ മറ്റ് 2 ചാവേറുകൾ ഹസ്നൈൻ ഗുൽ, റഫാഖത്ത് ഹുസൈൻ എന്നിവർ റാവൽപിണ്ടിയിലെ ലിയാഖത്ത് ഹുസൈൻ പാർക്കിൽ പോയി പരിസരങ്ങൾ നിരീക്ഷിച്ച് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഹസ്നൈനും റഫാഖത്തും അവിടെ പരിശോധിച്ച് പൂർണ്ണ ബോധ്യത്തോടെ സംതൃപ്തിയോടെ തന്നെയാണ് തിരികെ വന്നിട്ടുള്ളത്.
വീട്ടിലെത്തിയ പാടെ ഹസ്നൈൻ അടുത്ത ദിവസം ഈ വേദിയിലേക്ക് ബെനസീറിനെ വധിക്കാൻ ഒരു ചാവേറായിട്ട് പോകാനിരുന്ന ബിലാലിന് ഒരു ഉപദേശം കൊടുക്കുന്നു. നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സ്പോർട്സ് ഷൂ മാറ്റി പകരം വല്ല സാൻഡലും ഇടണം, അല്ലെങ്കിൽ അവർ നിന്നെ പൊക്കും. താലിബാന്റെ ജിഹാദികൾ മിക്കവാറും സ്പോർട്സ് ഷൂ ധരിച്ചാണ് നടക്കാറുള്ളത്. വന്ന് ഇപ്പോൾ സ്പോർട്സ് ഷൂ ധരിച്ച് നടക്കുന്ന ആരെ കണ്ടാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുമ്മാതെയെങ്കിലും പിടിച്ചു നിർത്തി പരിശോധിച്ചിട്ടേ വിടാറുള്ളൂ എന്ന അവസ്ഥയാണ്. ഹസ്നൈൻ്റെ ആ ഉപദേശം ചെവിക്കൊള്ളാൻ ബിലാൽ തയ്യാറാകുന്നു. സ്പോർട്സ് ഷൂ ഉപേക്ഷിച്ച് അയാൾ നല്ലൊരു ചപ്പൽ വാങ്ങി ധരിക്കുന്നു. ഡിസംബർ 27-ാം തീയതി ബെനസീർ ഭൂട്ടോ ഉറക്കമുണരുന്നത് ഏതാണ്ട് 8:30 മണിയോടെയാണ്. അത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണ് എന്ന് അവർ കരുതുന്നതേയില്ല. ഈ ദിവസത്തെക്കുറിച്ച് ഗെറ്റിംഗ് എവേ വിത്ത് മർഡർ, ബെനസീർ ഭൂട്ടോസ് അസാസിനേഷൻ ആൻഡ് ദ പൊളിറ്റിക്സ് ഓഫ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിൽ ഹെറാൾഡോ മുനോസ് വിശദമായി തന്നെ എഴുതുന്നുണ്ട്. ഏതാണ്ട് 9 മണിയോടെ ബെനസീർ ഭൂട്ടോ പ്രാതൽ കഴിക്കാനിരുന്നു. 2.5 മണിക്കൂറിന് ശേഷം ബെനസീർ അഫ്ഗാനിസ്ഥാൻ പ്രധാനമന്ത്രി ഹമീദ് കർസായിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്നു. കൂടെ അമീൻ ഫഹദും പാകിസ്ഥാനി പീപ്പിൾസ് പാർട്ടിയുടെ ഒരു മുൻ MP-യും ഉണ്ടായിരുന്നു. ഇസ്ലാമാബാദിലെ സരീന ഹോട്ടലിൻ്റെ 4ാമത്തെ നിലയിലെ മുറിയിലാണ് കർസായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ശേഷം ബെനസീർ ഏതാണ്ട് 1 മണിയോടെ ജർദാരി ഹൗസിലേക്ക് മടങ്ങി വരുന്നു. ഊണ് കഴിച്ച ശേഷം തൻ്റെ അനുയായികൾക്കൊപ്പം ഇരുന്ന് വൈകുന്നേരം നടത്താനിരുന്ന പ്രസംഗത്തിൻ്റെ ഡ്രാഫ്റ്റും അവർ എഴുതി പൂർത്തിയാക്കുന്നു. വൈകുന്നേരത്തോടെ അവർ പ്രസംഗം നടക്കാനിരുന്ന ലിയാഖത്ത് പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. നിരവധി ബുള്ളറ്റ് പ്രൂഫ് ടൊയോട്ട ലാൻഡ് ക്രൂസർ വാഹനങ്ങൾ ഒരു ഘോഷയാത്ര പോലെയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബെനസീറിൻ്റെ റാലി ലിയാഖത്ത് പാർക്കിൽ എത്തിയപ്പോഴേക്കും അവിടെ ആകെ ജനസമുദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. സൂചി കുത്താൻ ഇടമില്ലാത്ത അത്ര വലിയ ആൾത്തിരക്ക്. ആൾക്കൂട്ടം കണ്ടപ്പോൾ പിന്നെ ബെനസീറിനും ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അവർ തൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെ എസ്കേപ്പ് ഹാച്ച് തുറന്നുകൊണ്ട് തല പുറത്തേക്കിട്ട് തൻ്റെ ആരാധകരെയും അനുയായികളെയും നോക്കി കൈവീശി കാണിച്ചു തുടങ്ങി. ആ വാഹനവ്യൂഹം ഇഞ്ചിഞ്ചായിട്ട് അരിച്ചരിച്ചാണ് ലിയാഖത്ത് റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അതിശയകരമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തലേന്ന് കൃത്യമായ ആക്രമണ ഭീഷണി പുറത്തു വന്നിട്ടും ബെനസീർ ഭൂട്ടോയുടെ സുരക്ഷാ സംഘത്തിലെ ഒരു ഓഫീസർ പോലും അവരോട് ഇങ്ങനെ തലയും പുറത്തിട്ടുകൊണ്ട് നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണിയെപ്പറ്റി ഒരു വാക്കുപോലും സൂചിപ്പിക്കുന്നില്ല. പാർക്കിൽ തടിച്ചുകൂടിയ 10,000-ഓളം പേർ വരുന്ന ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെനസീർ ഏതാണ്ട് അരമണിക്കൂർ നേരത്തോളം അന്ന് പ്രസംഗിക്കുന്നു. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നടത്തിയ ആ വികാരോജ്വല പ്രസംഗത്തിൽ അവർ സ്വന്തം അച്ഛൻ സാക്ഷാൽ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പേര് ഏറ്റവും ചുരുങ്ങിയത് 17 വട്ടമെങ്കിലും പരാമർശിക്കുന്നുണ്ട്. എൻ്റെ പ്രാണൻ ഇന്ന് അപകടത്തിലാണ്, എന്നിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ബലൂചിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ പള്ളികളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മുടെ നാടിന് ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. അത് നിങ്ങളോട് പറയാൻ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ അപകടങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ടും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ ബെനസീർ പറഞ്ഞ ഓരോ വാക്കുകൾക്കും 1000 കയ്യടികൾ സദസ്സിൽ നിന്നുയർന്നു. ബെനസീർ തൻ്റെ പ്രസംഗം മുഴുമിച്ചതും ബെനസീർ സിന്ദാബാദ്, ബെനസീർ പ്രധാനമന്ത്രി എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്നുയർന്നു. പ്രസംഗിച്ചിറങ്ങി പിന്നെയും കുറേ നേരം ബെനസീർ തൻ്റെ ടൊയോട്ട ലാൻഡ് ക്രൂസർ കാറിൽ ചെന്നിരുന്നു. വണ്ടിയെടുക്കാതെ പിന്നെയും കുറേ നേരം ബെനസീർ അങ്ങനെ ജനക്കൂട്ടത്തിന് നടുവിൽ തന്നെ തുടർന്നുപോയി. ചുറ്റിനും കൂടിയ ജനങ്ങളുടെ ആവേശം കണ്ടപ്പോൾ ബെനസീർ വീണ്ടും തൻ്റെ ടൊയോട്ട കാറിൻ്റെ ഹാച്ച് തുറന്ന് അവരെ അഭിവാദ്യം ചെയ്തു. നേരം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇനിയുള്ള നിമിഷങ്ങളിൽ ബെനസീർ ഭൂട്ടോ വധിക്കപ്പെടും. ബെനസീർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് നിരവധി കോൺസ്പിറസി തിയറികൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വെർഷൻ 2018-ൽ താലിബാൻ നേതാവായിട്ടുള്ള അബു മൻസൂർ അസീം മുഫ്തി നൂർവാലി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ഇൻകുലാബ് മസൂദ് സൗത്ത് വസീറിസ്ഥാൻ ഫ്രം ബ്രിട്ടീഷ് രാജ് ടു അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന പുസ്തകത്തിലേതാണ്. ഈ ഒരു വെർഷനെ സാധൂകരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ദൃശ്യം പിന്നീട് ചാനൽ 4-ൽ പുറത്തു വരികയുമുണ്ടായി. ആ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബെനസീർ ഭൂട്ടോ തൻ്റെ പ്രസംഗം പൂർത്തിയാക്കി മടങ്ങുന്നതും കാത്ത് ആ പരിസരത്ത് രാവിലെ മുതൽക്ക് കാത്തുകെട്ടി നിൽക്കുന്ന 2 പേരുണ്ടായിരുന്നു. ബെനസീറിനെ ഇല്ലാതാക്കാൻ വേണ്ടി തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP ചുമതലപ്പെടുത്തി പറഞ്ഞയച്ച ബിലാൽ എന്ന സൂയിസൈഡ് ബോംബറും ഇക്രാമുള്ള എന്ന അയാളുടെ സഹായിയും. ബെനസീറിൻ്റെ വാഹനവ്യൂഹം ലിയാഖത്ത് പാർക്കിൻ്റെ ഗേറ്റും താണ്ടി പുറത്തു വന്നപ്പോൾ ഇവർ 2 പേരും അതിനടുത്തേക്ക് നടന്നു ചെല്ലുന്നു. ദൃശ്യങ്ങളിൽ കറുത്ത കൂളിംഗ് ഗ്ലാസും ധരിച്ച് സ്യൂട്ടുമിട്ട് നിൽക്കുന്ന ഇയാളാണ് ബിലാൽ. ഇയാളുടെ തൊട്ടുപിറകിൽ വെള്ളവസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഇക്രാമുള്ളയെയും അവ്യക്തമായിട്ടാണ് എങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബിലാൽ ആദ്യം നേരെ ആ ലാൻഡ് ക്രൂസർ വാഹനത്തിന് മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. അവിടെ പക്ഷേ തിരക്ക് കാരണം നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അയാൾ തിരക്ക് കുറവാണ് എന്ന് തോന്നിയ അതിൻ്റെ ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നു. അതിനുശേഷം അയാൾ പോക്കറ്റിൽ നിന്ന് പിസ്റ്റൽ എടുത്ത് ഹാച്ചിന് മുകളിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന ബെനസീറിന് നേർക്ക് ഉന്നം പിടിക്കുന്നു. അപ്പോഴേക്കും വണ്ടിയുടെ പിൻഭാഗത്തു നിന്ന് സുരക്ഷാ ഭടന്മാരിൽ ഒരാൾ അത് കാണുന്നുണ്ട് എങ്കിലും
ബിലാലിൽ നിന്ന് ഒരല്പം പിന്നിലേക്കാണ് അയാൾ നിന്നിരുന്നത് എന്നതുകൊണ്ട് ചാടി വീണപ്പോഴേക്കും അയാൾക്ക് ബിലാലിൻ്റെ കയ്യിൽ ഒന്ന് സ്പർശിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ വെടി പൊട്ടുന്നു. നിമിഷാർദ്ധ നേരം കൊണ്ട് ബിലാൽ 3 റൗണ്ട് വെടിയുതിർക്കുന്നു. ഒരു വെടിയുണ്ട ബെനസീറിൻ്റെ കഴുത്തിലൂടെയും മറ്റൊന്ന് ചുമലിലൂടെയും തുളച്ചു കയറുന്നു. രണ്ടാമത്തെ വെടി പൊട്ടുമ്പോൾ ബെനസീറിൻ്റെ തട്ടം തലയിൽ നിന്ന് തെറിച്ചു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മൂന്നാമത്തെ വെടിക്ക് പിന്നാലെ ബെനസീർ ആ ലാൻഡ് ക്രൂസറിൻ്റെ ഹാച്ചിനുള്ളിൽ സീറ്റിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുന്നു. ഇതിന് തൊട്ടു പിന്നാലെ അവിടെ ഒരു ഉഗ്രൻ സ്ഫോടനം നടക്കുന്നു. സൂയിസൈഡ് വെസ്റ്റ് ബിലാലാണോ ധരിച്ചിരുന്നത് അതോ ഇക്രാമുള്ളയാണോ എന്ന കാര്യത്തിൽ വ്യക്തത പോരാ. ബുക്കിൽ താലിബാൻ വക്താവ് അവകാശപ്പെടുന്നത് അത് ബിലാൽ തന്നെയാണ് എന്നാണ്. ഇനി അത് ആര് തന്നെ ആയിരുന്നാലും ബേനസീർ അങ്ങനെ വീണതിന് പിന്നാലെ അവിടെ ഒരു ഉഗ്രൻ സ്ഫോടനം നടക്കുന്നു. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ബേനസീർ ഭുട്ടോയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് പോലും ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഏതൊക്കെയോ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടാണ് അവരെ റാവൽപിണ്ടി ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തന്നെ സ്ട്രെച്ചറിലേക്ക് മാറ്റി അവരെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നു. ഡോക്ടർ ബേനസീറിൻ്റെ പൾസ് പരിശോധിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ ശ്വാസം എടുക്കുന്നുമുണ്ടായിരുന്നില്ല. കണ്ണിലേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കൃഷ്ണമണികൾക്ക് അനക്കമുണ്ടായിരുന്നില്ല. തലയിലേറ്റ ഗുരുതര പരിക്കിൽ നിന്ന് കുടുകുട ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. തല പൊട്ടി തലച്ചോറിൻ്റെതാണെന്ന് തോന്നുന്ന ഏതോ ഒരു വെളുത്ത ദ്രാവകവും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ടുള്ളത് മരിച്ച നിലയിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടും റാവൽപിണ്ടി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സയ്യിദ യാസ്മീൻ ബേനസീർ ഭുട്ടോയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങൾ പരിപൂർണ്ണ ശുഷ്കാന്തിയോടെ തന്നെ നടത്തുന്നുണ്ട്. കൊണ്ടുവന്ന 1 മിനിറ്റിനുള്ളിൽ തന്നെ ബേനസീറിൻ്റെ കഴുത്തിൽ ഒരു ദ്വാരമിട്ട് അതിലൂടെ ഒരു ട്യൂബ് കടത്തിയും ശ്വാസം കൊടുക്കാൻ ഡോക്ടർമാർ പരിശ്രമിച്ചു. നേരം 5:50 ആയപ്പോഴേക്കും ജനറൽ ആശുപത്രിയിലെ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ മുസദ്ദിഖ് ഖാൻ നേരിട്ടെത്തി ചാർജ് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്ന് 50 മിനിറ്റിന് ശേഷം 6 മണി അടിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പായിട്ട് ബേനസീർ ഭുട്ടോയെ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓപ്പറേഷൻ കൊണ്ടൊന്നും പക്ഷേ ബേനസീറിൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ ഡോക്ടർ ഖാന് സാധിക്കുന്നില്ല. നേരം കൃത്യം 6:15 മണി ആയപ്പോഴേക്കും മെഡിക്കൽ പാനൽ ബേനസീർ ഭുട്ടോയുടെ മരണം സ്ഥിരീകരിക്കുന്നു. അങ്ങനെയൊരു വിവരം ടെലിവിഷൻ ചാനലുകൾ വഴി പുറത്തു വന്നതോടെ ആശുപത്രിക്ക് ചുറ്റും തടിച്ചുകൂടിയ ജനാവലിയിൽ നിന്ന് ഒരു സങ്കട നിശ്വാസം പുറത്തു വന്നു. അവർക്ക് അമ്പരപ്പും ദുഃഖവും ഒരുപോലെ ഉണ്ടായിരുന്നു. ഭുട്ടോ കുടുംബത്തിലെ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അവർ പരസ്പരം പറഞ്ഞു. പാകിസ്ഥാനിൽ അധികാരത്തിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെയും പട്ടാള മേധാവിയുടെയും ഒക്കെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ തലവേദനയാണ് കശ്മീർ വിഷയം. അത്രമാത്രം വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കശ്മീർ. വിഭജന കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ മുതൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയോടുണ്ടായിട്ടുള്ള കനത്ത പരാജയവും അതിൻ്റെ നാണക്കേടുമൊക്കെ കശ്മീർ എന്ന വിഷയത്തെ പാകിസ്ഥാൻ്റെ അഭിമാന പ്രശ്നമാക്കി മാറ്റിയിരുന്നു. കശ്മീർ എന്തു വില കൊടുത്തും പാകിസ്ഥാനിൽ ചേർക്കുമെന്നാണ് പൊതുവെ എല്ലാ പാകിസ്ഥാൻകാരുടെയും നിലപാട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ കാലാകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതും പതിവാണ്. ബേനസീറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ കശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുക എന്നതാണ്. അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ലായിരുന്നു ബേനസീറിൻ്റെയും നിലപാട്. ഒരിക്കൽ പാകിസ്ഥാനിലെ മൻകിയാലയിലെ ഒരു സ്റ്റീൽ ഡിപ്പോ ഉദ്ഘാടന ചടങ്ങിൽ കശ്മീർ ജനതയ്ക്ക് സ്വയം തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടാകണം എന്നും അതിനുവേണ്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുമെന്നുമൊക്കെ ബേനസീർ പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അന്നവിടെ തടിച്ചുകൂടിയ ജനാവലി ആർപ്പുവിളികളോടെയാണ് ബേനസീറിൻ്റെ വാക്കുകളെ സ്വീകരിച്ചത്. അതുപോലെ പാക് അധീന കശ്മീരിലെ മുസഫർബാദിൽ ആദ്യമായി നടത്തിയ പ്രസംഗത്തിൽ അന്നത്തെ കശ്മീർ ഗവർണറായിരുന്ന ജഗ്മോഹനെ ഭീഷണിപ്പെടുത്തി സംസാരിച്ചതും കശ്മീർ വിഷയത്തിലെ ബേനസീറിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. ജഗ്മോഹൻ എന്നതിന് പകരം ഭാഗ്മോഹൻ എന്നാണ് അന്ന് ആ പ്രസംഗത്തിനിടയ്ക്ക് ബേനസീർ പറഞ്ഞത്. അതിനൊരാഴ്ചയ്ക്ക് ശേഷം ലാഹോറിൽ നടന്ന മറ്റൊരു പ്രസംഗത്തിൽ കശ്മീർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആസാദി എന്ന മുദ്രാവാക്യം കൂടി ബേനസീർ ഉയർത്തിയിരുന്നു. പിന്നീട് ഒരിക്കൽ ലർക്കാനയിൽ വെച്ച് നടന്ന ഒരു പ്രചാരണത്തിനിടയ്ക്ക് ബേനസീർ ഭുട്ടോ തൻ്റെ പിതാവ് സുൽഫിക്കർ അലി ഭുട്ടോ പണ്ടൊരിക്കൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യം കശ്മീരിന് വേണ്ടി 1000 വർഷം യുദ്ധം ചെയ്യാനും പാകിസ്ഥാൻ തയ്യാറാണ് എന്ന പ്രസ്താവന ആവർത്തിക്കുകയുണ്ടായി. 1000 വർഷം പോയിട്ട് 1000 മണിക്കൂർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് പാകിസ്ഥാൻ ഉണ്ടോ എന്നായിരുന്നു അന്ന് രാജീവ് ഗാന്ധി അതിനോട് ഉന്നയിച്ച മറുചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ കശ്മീർ താഴ്വരയിൽ അധിനിവേശം നടത്തിയിരിക്കുകയാണ് എന്നും കശ്മീരിലെ ജനതയ്ക്ക് സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം ഇന്ത്യ കൊടുക്കുന്നില്ല എന്നും കശ്മീരികളുടെ അവകാശങ്ങൾ ഇന്ത്യ ഹനിക്കുകയാണ് എന്നുമായിരുന്നു ബേനസീറിൻ്റെ എക്കാലത്തെയും നിലപാട്. കശ്മീരിലെ ജനങ്ങളുടെ ഭാവി ബേനസീറാണ് എന്ന നിലയിൽ വരെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അവിടെ പ്രചാരണം നടത്തിയ സമയമുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രചാരണങ്ങളിൽ കശ്മീർ വിഷയം വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ ബേനസീറിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ഈ പ്രചാരണങ്ങൾ ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിൻ്റെ വക്കിൽ വരെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ബേനസീർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ഈ കുത്തിത്തിരിപ്പ് പരിപാടി എല്ലാ കാലത്തും
കശ്മീരിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾക്കുമൊക്കെ ഇന്ധനമായിട്ടുണ്ട്. പക്ഷേ തൻ്റെ വാക്കുകൾ ഒരിക്കലും ഒരു തുറന്ന യുദ്ധത്തിൽ എത്തുന്നതിൽ ബെനസീറിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. കാരണം യുദ്ധമുണ്ടാവുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം മുഴുവൻ തൻ്റെ തലയിൽ വരുമെന്ന് ബെനസീറിന് ഉറപ്പുണ്ടായിരുന്നു. മുമ്പ് നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടപ്പോഴൊക്കെ അതിനൊപ്പം അന്നത്തെ ഭരണാധികാരികളും വീണിരുന്നു. ഇനി താൻ കാരണം യുദ്ധമുണ്ടായി അതിൽ വീണ്ടും പാകിസ്ഥാൻ പരാജയപ്പെട്ടാൽ അതോടെ പാകിസ്ഥാനിൽ പട്ടാളം വീണ്ടും ഭരണം പിടിക്കുകയും യുദ്ധത്തിന് കാരണക്കാരി എന്ന നിലയ്ക്ക് തന്നെ തുറുങ്കിലടക്കുകയും ചെയ്യുമെന്ന് ബെനസീറിന് അറിയാമായിരുന്നു. ഇനി ഒരു പക്ഷേ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണവും സൈന്യത്തിന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരു യുദ്ധം ഒരിക്കലും തനിക്ക് ഗുണം ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യം ബെനസീറിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരർത്ഥത്തിൽ അവർ കശ്മീർ വിഷയം പ്രധാനമായിട്ടും ഉപയോഗിച്ചത് പാകിസ്ഥാൻ ജനതയുടെ പിന്തുണ നേടുന്നതിനും അധികാരത്തിലെത്തുന്നതിനും വേണ്ടി മാത്രമായിരുന്നു എന്നും പറയാം. എന്നാൽ അവസാന കാലത്തേക്ക് പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിലുള്ള ബെനസീറിൻ്റെ നിലപാടുകളിൽ മാറ്റം വന്നിരുന്നു എന്നാണ് അവരുടെ അടുത്ത സുഹൃത്തും ഓക്സ്ഫോർഡിലെ സഹപാഠിയുമായിട്ടുള്ള കരൺ ഥാപ്പർ പറയുന്നത്. ആസാദ് കശ്മീർ എന്ന മുദ്രാവാക്യത്തിൽ നിന്നും കശ്മീർ വിഷയം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് സംയുക്തമായി പരിഹരിക്കണം എന്ന അഭിപ്രായത്തിലേക്ക് ബെനസീർ മാറിയിരുന്നു എന്നാണ് ഥാപ്പർ പറയുന്നത്. ഈ കാലയളവിൽ ബെനസീറിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിയിരുന്നു. അഴിമതി കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് സ്വന്തം രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ബെനസീർ ഭുട്ടോ. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും ഒരുപക്ഷെ അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. 2007 സെപ്റ്റംബറിൽ ബെനസീർ ഭുട്ടോയുമായി കരൺ ഥാപ്പർ നടത്തിയ ഒരു സംഭാഷണത്തിനിടയ്ക്ക് അധികാരത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ തീവ്രവാദ ക്യാമ്പുകൾ ഇല്ലാതാക്കാനും വേണ്ടിവന്നാൽ ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് നേതാക്കന്മാരെ ഇന്ത്യക്ക് കൈമാറാനും വരെ തയ്യാറാണ് എന്ന് ബെനസീർ ഭുട്ടോ പറഞ്ഞിരുന്നു. ബെനസീർ ഭുട്ടോ വീണ്ടും അധികാരത്തിലെത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ കശ്മീർ വിഷയത്തിൽ ഒരു പരിഹാരം പോലും ഉണ്ടായി വന്നേനെ. ഒരുപക്ഷെ ബെനസീർ ഭുട്ടോയുടെ നിലപാടുകളിൽ വന്ന ഈ മാറ്റം തന്നെ ആയിരിക്കും അവരെ ഇല്ലാതാക്കുന്നതിലേക്ക് നയിച്ച കാരണവും. ആരായിരുന്നു ബെനസീർ ഭുട്ടോ? പ്രിവിലേജുകൾക്കിടയിൽ ജനിച്ച ഒരു ജന്മിപുത്രി, അതോ പെട്രിയാർക്കിയുടെ അതിർവരമ്പുകൾ തകർത്ത ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ്, ദീർഘവീക്ഷണമുണ്ടായിരുന്ന ഒരു ജനനേതാവ്, അതോ അഴിമതികളിൽ ആമൂലാഗ്രം മുങ്ങിയ മറ്റൊരു സീസൺഡ് പാകിസ്ഥാനി പൊളിറ്റീഷ്യൻ മാത്രമോ? ഇതിന് പലർക്കും പല ഉത്തരങ്ങളുണ്ടാവാം. എന്നാലും കൊല്ലപ്പെടുമെന്ന പരിപൂർണ ബോധ്യം ഉള്ളിലുണ്ടായിരുന്നിട്ടും പിറന്ന മണ്ണിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ നാട്ടിലേക്ക് മടങ്ങി വരാൻ ബെനസീർ ഭുട്ടോ കാണിച്ച ചങ്കുറപ്പ് അനന്യമാണ്. ഇന്ദിരാഗാന്ധിയോട് ഏതെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരേയൊരു ലോക നേതാവും അവർ തന്നെയാണ്. മരണത്തിലും അവർ ആ സാദൃശ്യം കാത്തുസൂക്ഷിച്ചു. പരമ്പരാഗതമായ ചട്ടക്കൂടുകളെ തച്ചുടച്ച് ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണം കൈയാളിയ ആദ്യത്തെ വനിത. പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്നും സ്നേഹത്തോടെ മാത്രം സ്മരിക്കുന്ന അവരുടെ സ്വന്തം ബീബി. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ പൂർണ്ണശോഭയോടെ ഉദിച്ചുയരുന്നതിന് മുമ്പ് ശത്രുക്കൾ ചേർന്ന് കെടുത്തിക്കളഞ്ഞ ഒരു ശുഭ്രതാരകം. അതായിരുന്നു ബെനസീർ ഭുട്ടോ. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനി വരാം.